വർദ്ധിച്ചു വരുന്ന ആഗോള അനിശ്ചിതത്വത്തിന്റെ നടുവിലും യുഎസിന്റെ വ്യാപാര യുദ്ധത്തിന്റെയും താരിഫ് ചുമത്തുന്നതിന്റെയും നടുവിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് ചെയ്ത ആഹ്വാനം പല വമ്പൻ രാജ്യങ്ങളും ഞെട്ടലോടെ തന്നെയാണ് കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് നമ്മളുടെ രാജ്യം മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള പാതയിലാണ്, അതിന് നാം വളരെ അടുത്തെത്തിയിരിക്കുന്നു, പക്ഷെ അത് തകർക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരിക്കുന്നു. ഈ അവസരത്തിൽ രാജ്യത്തെ ഓരോ പൗരനും ജാഗ്രതയോടെ തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി മുതൽ ഒരു മാനദണ്ഡം മാത്രം കണക്കാക്കുക, ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഒരു മാനദണ്ഡം മാത്രം കണക്ക് വെക്കുക, അത് ഇന്ത്യക്കാരുടെ വിയർപ്പും അധ്വാനവും കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ നിങ്ങൾ തയ്യാറാകുക. കാരണം ഇന്ത്യയെ പോലെ 140 കോടി ജനമുള്ള വലിയ പർച്ചേസിംഗ് കപ്പാസിറ്റിയുള്ള ലോകത്തിൻ്റെ തന്നെ വലിയൊരു വിപണിയിലെ ജനം. അതുകൊണ്ട് തന്നെയാണ് ഈ വിപണി കണ്ടു തന്നെയാണ് അമേരിക്ക ഇത്രയും സമ്മർദ്ദം ചെലുത്തുന്നത്, കരാറിനായിട്ട് മറ്റു രാജ്യങ്ങൾ ഇവിടേക്ക് എത്തുന്നതും. അതുകൊണ്ട് തന്നെ ഈ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള ഈ വലിയ വിപണി ഇല്ലേ ഇന്ത്യക്കാരുടെ ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്യുമ്പോൾ സ്വദേശി ജാഗരണ മഞ്ച് അടക്കം RSSന്റെ സംഘടനകളും സജീവമായി രംഗത്തെത്തുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന പ്രസ്ഥാനം ശക്തിപ്പെടുത്തണമെന്ന് കൂടി മോദി പറയുന്നു. ഇതിനർത്ഥം കൂടുതൽ ആളുകൾ നമ്മൾ കണ്ടതാണ് ചൈനയെ ഈ ഡോക്ലാം ആ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 2020 ഇന്ത്യൻ ജനത ഒരു ആഹ്വാനവും ഇല്ലാതെ കെട്ടുകെട്ടിച്ച കാഴ്ച നാം കണ്ടതാണ്. അന്ന് ചൈനയ്ക്ക് ആ ഒരു ദീപാവലി സീസണിൽ മാത്രം 50,000 കോടി രൂപയുടെ പടക്ക കച്ചവടം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കണ്ടതാണ്. പിന്നീട് ചൈനയുടെ കളിപ്പാട്ടങ്ങൾ ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും തമിഴ്നാട്ടിലടക്കം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ ലോകത്തിന്റെ തന്നെ പ്രിയങ്കരമായി മാറുന്നത് നാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ, അതായത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സാധനങ്ങൾ വാങ്ങിയാൽ അത് ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും അമേരിക്ക അടക്കമുള്ള പ്രഷർ ചെലുത്തുന്ന രാജ്യങ്ങൾക്ക്. കാരണം ഇന്ത്യക്കാർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, അതായത് സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണ് എങ്കിൽ ഈ വിദേശ കമ്പനികൾക്ക് പലതും ഇന്ത്യയിൽ അവരുടെ ഫാക്ടറികൾ സ്ഥാപിക്കേണ്ടതായി വരും, ഇന്ത്യയിൽ അവർക്ക് ഉൽപ്പാദനം നടത്തേണ്ടതായി വരും, ഇന്ത്യയിൽ അവർക്ക് അതിൻ്റെ നിർമ്മാണം നടത്തേണ്ടതായി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റ് ലോകത്തുള്ള വൻകിട കമ്പനികൾ അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇവിടെ കൂടുതൽ കമ്പനികൾ സ്ഥാപിക്കും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഒപ്പം തന്നെ ഇവിടെ അവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും. കാരണം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന ഒരേ ഒരു വിപണി ഇന്ത്യൻ വിപണിയാണ്. മറ്റ് സാമ്പത്തിക ശക്തികളായ ചൈന അടക്കമുള്ളിടത്തേക്ക് മറ്റു രാജ്യങ്ങൾക്ക് പരിമിതമായ രീതിയിലെ വിപണി തുറന്നു കൊടുത്തിട്ടുമുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് മോദി പറയുന്നത്, ഓരോ ഇന്ത്യക്കാരനും ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, അത് ഇന്ത്യക്കാരൻ്റെതാണോ, ഇന്ത്യക്കാരൻ്റെ വിയർപ്പാണോ അധ്വാനമാണോ അതിന് പിന്നിലുള്ള, അത് മാത്രം തിരഞ്ഞെടുക്കാൻ നിങ്ങൾ തയ്യാറാകുക. ഒപ്പം തന്നെ വ്യാപാരികളോട് അദ്ദേഹം പറഞ്ഞത് കൂടുതൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഈ ദേശീയത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അനവധി സ്റ്റാർട്ടപ്പുകളാണ്, യുവാക്കളുടെ അനവധി സ്റ്റാർട്ടപ്പുകളാണ് ദിനം പ്രതി രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും ഇതൊരു പുതിയ ഉത്തേജനമാണ്. ഉൽപ്പന്നങ്ങൾ, നമ്മുടെ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഏറുകയാണെങ്കിൽ അനവധി സ്വദേശികളായിട്ടുള്ള നിർമ്മാതാക്കൾ കൂടി രംഗത്തെത്തും എന്നുള്ളതാണ്. കാരണം വിവിധ രാജ്യങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കൂടി പ്രധാനമന്ത്രി പറഞ്ഞു. ചില രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലേക്കും കാര്യങ്ങൾ നീങ്ങണം എന്ന് പറയുമ്പോൾ അതിന് ശക്തമായ ഒരു പിന്തുണ കിട്ടും എന്ന് തന്നെ അറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് ഇന്ത്യൻ ജനതയുടെ ഇടയിൽ ഉണ്ട്. പ്രത്യേകിച്ച് RSSന്റെ സ്വദേശി ജാഗരണ മഞ്ച് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. വർഷങ്ങളായിട്ട്, കാലങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് അവർ ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഒപ്പം തന്നെ BJPയും കൂടി രംഗത്തിറങ്ങുന്നു. സ്വാഭാവികമായി അവരുടെ പ്രവർത്തകർ മാത്രം വിചാരിച്ചാൽ പോലും വലിയൊരു വിപണിയിലേക്ക് കടന്നു കയറാൻ അവർക്ക് കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.